ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്ര, മീനാക്ഷിയും അനുമോളും കൂടെ പരസ്പരം സംസാരിക്കാൻ കേട്ടോ ആലോകിനെ കുറിച്ചിട്ട്. അപ്പോൾ അനുമോൾ സത്യമെല്ലാം തുറന്ന് പറയാണ്. അവൻ എന്നെ പല ഫോണിൽ നിന്നും എന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഞാനതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ റോഡിൽ വെച്ചിട്ട് സംസാരിക്കാനൊക്കെ വന്ന കാര്യങ്ങളൊക്കെ പറയാട്ടോ. അന്നേരം മിത്ര പറയാനുണ്ട്, അതെ ചിലപ്പോൾ അവരെന്തെങ്കിലും നിന്നോട് പറയാനുണ്ടെങ്കിലോ അതിന് വേണ്ടിയിട്ടായിരിക്കും റോഡിൽ കാത്തു നിന്നത് എന്ന് പറയാട്ടോ. ന്യായീകരിക്കാൻ വേണ്ടി നോക്കുകയാണ് മിത്ര. അപ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം പറഞ്ഞുണ്ട്. മീനാക്ഷി പറഞ്ഞിട്ട്, മിത്രേ അങ്ങനെയൊന്നും പറയരുത്, ഇനി അലോകായിട്ടുള്ള യാതൊരു കണക്ഷനും അനുവിന് വേണ്ട. അങ്ങനെയല്ല മീനു ചേച്ചി, ചിലപ്പോൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം, എന്ത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഇനി നമ്മുടെ അനുമോളോട് അവൻ സംസാരിക്കേണ്ട കാര്യമില്ല. ഈ കുടുംബത്തോട് അവൻ ചെയ്തൊക്കെ നീ ഇത്ര വേഗം മറന്നുപോയോ മിത്രേ? ഞാനൊന്നും മറന്നിട്ടില്ല മീനു ചേച്ചി. മിത്രേ, ആലോകിനെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് വിഷമം ഉണ്ടാവും. അവൻ നിൻ്റെ സഹോദരനാണ്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ വിശ്വസിക്കുന്ന പോലെ ആലോകിൻ്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല. അത് മാറാനും പോകുന്നില്ല. വെറും ക്രിമിനൽ മൈൻഡാണ് അവൻ്റേത്. അപ്പോൾ എന്നിട്ട് അനുമോൾ വീണ്ടും പറഞ്ഞിട്ട്, ഞാനേ ഈ ഒരു കാര്യത്തിൽ ആര്യൻ്റെ കൂടെ തന്നെ നിൽക്കും. അവൻ ചെയ്തത് തന്നെയാണ് കറക്റ്റ്. ആലോകിന് സംസാരിക്കാനുള്ള ഒരു സ്പേസും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അനുമോൾ പറഞ്ഞിട്ട്, മീൻ ചേച്ചി ആലോകിന് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഞാൻ അവനുമായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കില്ല. അതുമാത്രം പോരാ, അവൻ ഇനി നിന്നെ വീണ്ടും ബുദ്ധിമുട്ടിച്ചാൽ നീ അച്ഛനോട് തുറന്നു പറയണം. അപ്പം ഇത്രയും പറയാനുണ്ട്. അതെ അതെ അനുമോളെ, അച്ഛനെ ഈ കാര്യം അറിയിച്ചേ പറ്റുള്ളൂ. തൽക്കാലം ഇപ്പം പറയണ്ട അച്ഛനോട്, വെറുതെ എന്തിനാ ഇങ്ങനെ ടെൻഷനാക്കുന്നത്. മീനാക്ഷി വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നീ മിണ്ടാതിരുന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ഇതുവരെ കൊണ്ട് വളർന്നത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഞാൻ എല്ലാം തുറന്ന് പറയും. മീൻ ചേച്ചി, നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിക്കണ്ട. അവൻ എന്ത് ചെയ്താലും ഇനി അവനോട് ഞാൻ സംസാരിക്കത്തില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പം മിത്ര വീണ്ടും ചോദിക്കുന്നുണ്ട്, ഉറപ്പാണല്ലോ മോളെ? ഉറപ്പ്. അപ്പം മീനാക്ഷി പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാലേ അവൻ ശരിക്കും പറഞ്ഞാൽ അകത്ത് കിടക്കാനുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും അനുമോളുടെ പുറകെ നടന്ന് ശല്യത്തിന് വരില്ലായിരുന്നല്ലോ. പക്ഷേ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ മിത്രയുടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല കേട്ടോ, നല്ല വിഷമമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് കുടിച്ച് വശം കെട്ടിരിക്കുകയാണ്. അതുപോലെ ആകാശും ആര്യനും ആനന്ദിനെ താഴേക്ക് കൊണ്ടുവരുവാട്ടോ റൂമിലേക്ക്. മൂന്ന് പേരും കാല് പോലും തറയിൽ വെക്കാൻ വയ്യാത്ത നിലയിലാണ് വരുന്നത്. എന്നാലും ആനന്ദിനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുക. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, ആകാശ്, ആര്യ, എന്നെ വിടടാ, എന്നെ വിട്, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഏട്ടനോ നീ ഇങ്ങോട്ട് വന്നേ. വിടാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഗോമതിയും നമ്മുടെ ബാലനും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ബാലന് ഇത് കാണുമ്പോൾ ദേഷ്യം വിടുക കേട്ടോ. അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട്, മദ്യം കൊടുത്തിട്ട് ഏട്ടനെ സമാധാനപ്പെടുത്തി കൊടുക്കുന്നതല്ല ഒരു അനിയന്മാരുടെ കടമ. നീയൊക്കെ അത് മനസ്സിലാക്കിയാൽ മാത്രം കൊള്ളാം. അപ്പോൾ ഉടനെ ആകാശ് വെള്ളത്തിൻ്റെ പുറത്താണ് കേട്ടോ. ചിരിച്ച് ദേഷ്യത്തോടെ പറയാം, അച്ഛാ ഞങ്ങളുടെ കടമ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശരിയാ, ഏട്ടൻ കുടിച്ചിട്ടുണ്ട്, പക്ഷേ സന്തോഷം വന്നിട്ട് കുടിച്ചിട്ടൊന്നും അല്ല. ഉള്ളിൽ വേദന മാറാൻ വേണ്ടിയിട്ട് കുടിച്ചതാ അച്ഛാ. അപ്പം ആര്യ പറഞ്ഞിട്ടുണ്ട്, ആകാശേട്ടാ ഒന്ന് മിണ്ടാതിരിക്കുക, ഒന്ന് അടങ്ങിയിരിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, ആനന്ദേട്ടനെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോക്കോ. ഈ മനുഷ്യൻ ഈ ഒരു അവസ്ഥയിലാകാൻ കാരണക്കാരൻ ആരാ? അച്ഛൻ ഒരുത്തനാ അതിൻ്റെ ആനന്ദേട്ടൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് കേട്ടോ. അപ്പോൾ ഗോമതിക്ക് ദേഷ്യം വരാണ്. ഗോമതി, ആകാശ് എന്നെ എന്തൊക്കെയാടാ വിളിച്ച് പറയുന്നത്? അതെ, അമ്മ മിണ്ടാതിരിക്കേ, അച്ഛൻ പറയട്ടെ. അച്ഛൻ പറ, ആരാ കാരണം പറ. നീ എന്താ ഈ വഴക്കിന് വന്നേക്കാണോ? ഒരു വഴക്കില്ല. ആര്യ, നിൻ്റെ അടുത്തല്ലേ പറഞ്ഞേ ആനന്ദേട്ടനകത്തേക്ക് കൊണ്ടുപോടാ, കിടത്തടാ എന്ന് പറഞ്ഞ് തള്ളി ഉന്തി ആനന്ദിനെ ആര്യൻ്റെ കൂടെ വിടുക കേട്ടോ. ആര്യനാണെങ്കിൽ ആനന്ദിനെ വലിച്ചഴിച്ച് നേരെ മുറിയിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം ആകാശിന് തറയിൽ കാല് വെക്കാൻ വയ്യാത്ത നിലയിലാണ് കേട്ടോ. വെള്ളം കുടിച്ച് മത്തടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നേരെ അച്ഛൻ്റെ അടുത്തും അമ്മേരെയും അടുത്ത് ചെന്നിട്ട് പറഞ്ഞിട്ട്, നമ്മുടെ ഏട്ടൻ ഈ ഒരു അവസ്ഥയിലാവാനുള്ള കാരണക്കാരൻ ആരാ പറ. ഞാൻ ചോദിച്ചതിന് അച്ഛൻ ഉത്തരം പറഞ്ഞില്ലല്ലോ, പറ. ഇതെല്ലാം നാക്ക് കുഴഞ്ഞാണ് സംസാരിക്കുന്നത് കേട്ടോ ആകാശം. അപ്പം ബാലിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. മീനാക്ഷി മിത്രയും കൂടി സൗണ്ട് കേട്ടിട്ട് ഓടി വരുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആകാശ് നീ കുടിച്ചിട്ടുണ്ടോന്നാ? അതെ, ഞാൻ കുടിച്ചു. ആനന്ദേട്ടന് ഇത്തിരി മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളും കൂടി അങ്ങ് ചേർന്ന് കുടിച്ചു. പിന്നെ ഏട്ടനാണെങ്കിൽ ഞങ്ങളൊരു കമ്പനി കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആരും അങ്ങോട്ട് വരുക കേട്ടോ. ആകാശേട്ടാ വാ, നമുക്ക് റൂമിലേക്ക് പോയി കിടക്കാം വാ. ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് പറയാം, മീനു മര്യാദയ്ക്ക് ഇവനെ വിളിച്ചുകൊണ്ട് പോ. ആകാശ് ഇങ്ങോട്ട് വന്നേ, വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആകാശിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകണം കേട്ടോ. മര്യാദയ്ക്ക് നീ റൂമിലേക്ക് പോയി കിടക്ക്, നിനക്ക് പറയാനുള്ളതെല്ലാം രാവിലെ പറയാം. ഇല്ല, എനിക്ക് പറയാനുള്ളത് ഇപ്പം തന്നെ പറയണം, ഞാൻ ചോദിച്ചിട്ടേ പോവും. അപ്പോൾ എന്നെ ബാലൻ പറയാനുണ്ട് കേട്ടോ. അവൻ എന്താ പറയാനുള്ളത്, അവൻ തുറന്ന് പറയട്ടെ എന്ന്. അതാണ് ഈ നിൽക്കുന്ന മീനു. ഇവളെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചതാണ്.
എന്നും പറഞ്ഞ് മീനുൻ്റെ കവിളിലൊക്കെ ഒരു തൊട്ടും പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആകാശ്. ബോധമില്ലല്ലോ. എന്നിട്ട് പറയാം, എന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ഇവൾക്ക് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നല്ലൊരു സർക്കാർ ജോലിയുണ്ട്, സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നിട്ടും ഗോമതി സ്റ്റോറിൽ ചെറിയ ഒരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ ഈ ഒരു പരാതിയില്ലാതെ എന്ത് സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. ദേ ആകാശം മിണ്ടാതിരിക്കാൻ, ഇപ്പം ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ, മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് മീനാക്ഷി. ഏട്ടാ ഇങ്ങോട്ട് വാ, അവിടെ പോയി നടന്ന് ഉറങ്ങുന്ന ആര്. മിണ്ടാതിരിക്കടാ, പറയാനുള്ളത് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇതിനിടയ്ക്ക് ആര്യന് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആര്യൻ 2 വട്ടം മറിഞ്ഞു വീഴാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ആകാശം അവിടെ നിന്ന് പറയല്ലേ, ഞാൻ പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ടേ പോവുള്ളൂ. എൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ല, അച്ഛന് കേൾക്കാൻ തയ്യാറാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം? വീട്. എന്നിട്ട് വീണ്ടും മീനുവിൻ്റെ കൈ പിടിച്ച് വെച്ചിട്ട് പറയണേ, എൻ്റെ മീനുവിനെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്, എൻ്റെ ഇഷ്ടത്തിനാണ് കണ്ടെത്തിയത്. പക്ഷേ അച്ഛൻ എന്താ ചെയ്തത്? എൻ്റെ ഏട്ടൻ്റെ കല്യാണം നടത്തി കൊടുത്തത് ആരാ? അച്ഛൻ ഒറ്റ ഒരുത്തനാണ് എൻ്റെ ഏട്ടനെ ഈ വഴിയിൽ കൊണ്ട് എത്തിച്ചതെന്ന് തുറന്ന് പറയാട്ടോ ആകാശ്. അങ്ങനെ ആനന്ദേട്ടന് വിട്ടിട്ട് പെണ്ണിനെ കണ്ടുപിടിച്ചതും കല്യാണം കഴിപ്പിച്ച് കൊടുത്തതും എല്ലാം ഈ നിൽക്കുന്ന അച്ഛനാണ് ഇതെല്ലാം ചെയ്തത് എന്നിങ്ങനെ ആകാശ് വീണ്ടും പറയാട്ടോ. പിന്നെ കുറച്ചു മുമ്പേ അച്ഛൻ പറഞ്ഞല്ലോ, ഏട്ടനെ ഞങ്ങൾ കുടിപ്പിച്ചത് ഭയങ്കര വലിയ അപരാധമായി പോയി എന്നുള്ളത്. അതൊക്കെ അനിയന്മാരുടെ കടമയല്ലാന്നും അച്ഛൻ പറഞ്ഞു. ശരി, അതെല്ലാം പോട്ടെ. ഞാൻ തിരിച്ചൊരു ചോദ്യം അച്ഛനോട് ചോദിക്കട്ടെ. അച്ഛൻ്റെ കടമകളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഗോമതി പറയടാ, മിണ്ടാതിരിക്കടാ, ദേ വെപ്രാളം കാണിക്കല്ലേ, ഞാനൊന്ന് ചോദിക്കട്ടെ. 3 നേരം ഭക്ഷണവും കിടക്കാൻ സ്ഥലവുമല്ല നമ്മളെ പോലുള്ള മക്കൾക്ക് കൊടുക്കാനുള്ളത്. മാറി നിന്നുകൊണ്ട് ആര്യം പറയാം, അത് കറക്റ്റ്. അത് കറക്റ്റ് എന്ന് പറയാം കേട്ടോ. വീണ്ടും ആകാശ് പറയാം, അവരുടെയൊക്കെ മനസ്സ് മനസ്സിലാക്കിയിട്ട് വേണം അച്ഛന്മാർ പെരുമാറാൻ വേണ്ടി. നമ്മുടെ ഈ അച്ഛൻ, നമ്മുടെ മക്കളായ നമ്മുടെ ഈ മനസ്സ് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എടാ ആര്യ, ഉണ്ടടാ പറടാ, നിൻ്റെ മനസ്സ് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? അച്ഛൻ ഇവനോട് വലിയ പുച്ഛമായിരുന്നു. പഠിക്കാൻ വിട്ടപ്പോൾ മര്യാദയ്ക്ക് പഠിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട്, പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു എന്നുള്ള രീതിയിൽ ആകാശം. എടാ ആര്യ, നീ എന്താടാ വലിയൊരു IAS കാരനാവാൻ ശ്രമിക്കാത്തത്? ഏട്ടാ ഞാനതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, എൻ്റെ ആഗ്രഹം അതൊന്നും അല്ലായിരുന്നു, എനിക്ക് വേറെ പല ആഗ്രഹങ്ങളായിരുന്നു. കണ്ടോ കേട്ടല്ലോ, അവനിതൊന്നും ആഗ്രഹമില്ലായിരുന്നു. കണ്ടല്ലോ, എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ അതൊന്നും അല്ല. പിന്നെ എൻ്റെ സ്വപ്നങ്ങളൊന്നും ആരും ചോദിച്ചില്ല, അതുകൊണ്ട് ഞാനതോട്ട് പറഞ്ഞുമില്ല, എല്ലാം മനസ്സിലടക്കി വെച്ചു. പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ള വഴിയും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആഗ്രഹം എന്താടാ മോനെന്ന് എൻ്റെ അച്ഛൻ ഇന്ന് വരെയും ചോദിച്ചിട്ട് പോലും ഇല്ല എന്ന് ആര്യൻ കൊഴാന്ന് ഇത്രയും പറഞ്ഞൊപ്പിക്കുന്നുട്ടോ. എന്നിട്ട് വീണ്ടും സങ്കടത്തോടെ പറയാം, ഒരിക്കലെങ്കിലും അച്ഛൻ എന്നോട് ചോദിക്കായിരുന്നില്ലേ? അച്ഛനത് ചോദിക്കാതെ ഞാൻ എങ്ങനെ പറയാനാ? അച്ഛനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലായിരുന്നല്ലോ ഏട്ടാ. അറിയാതെ വല്ലതും പറഞ്ഞു പോയാലേ ചൂരൽ കൊണ്ട് അടിയോടടിയാണല്ലോ. നാണക്കേടും വേദനയും ഒക്കെ അനുഭവിച്ചൊന്നും മടുത്തു. അങ്ങനെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യനോട് ഞാൻ എങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ തുറന്ന് പറയുന്നത് എന്നിങ്ങനെ ആര്യം പറയാട്ടോ. അപ്പോൾ ആകാശ് പറയാം, കണ്ടല്ലോ കേട്ടല്ലോ, ഇത്രയും നാൾ ഇതൊക്കെ ഇവൻ്റെ ഉള്ളിൽ കിടന്ന് നേറിപ്പുകയുമായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് കേട്ടോ. എന്നിട്ട് വീണ്ടും അടുത്തേക്ക് ചെന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ ഇഷ്ടത്തിന് ചലിക്കുന്ന കളിപ്പാവകൾ മാത്രമായിരുന്നു നമ്മളീ മക്കൾ അല്ലേ? വാളൻ തല കുനിച്ച് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് പറയല്ലേ, ഈ 500 മക്കളില്ലേ ഗോഡ് ഫാദർ സിനിമയിൽ, അയാൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും വേണ്ടി നടക്കുന്ന 4 ഗുണ്ടകളില്ലേ അയാളെ മക്കൾ, അതുപോലെ തന്നെയായിരുന്നു ഇവിടെ ഞങ്ങളും എന്നൊക്കെ അങ്ങ് വാതോരാതെ ആകാശ് പറയാം കേട്ടോ. പാവം ആനന്ദേട്ടൻ, അച്ഛൻ്റെ നിഴലായിരുന്നു. അച്ഛൻ എന്തുമാത്രം സ്നേഹമായിരുന്നു. അച്ഛന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ കൊണ്ടുവന്ന കല്യാണത്തിന് വേണ്ടിയിട്ട് തല നീട്ടി കൊടുത്തത്. ഈ അച്ഛൻ ഒറ്റ ഒരാളാണ് എൻ്റെ ഏട്ടനെ ഇങ്ങനെ ആക്കിയത്. അമ്മേനെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. നിങ്ങളെല്ലാവരും ഉദയപാണിൻ്റെ പണം കണ്ടല്ലേ, നിങ്ങളെല്ലാവരും ദേവിയെടുത്ത് ഈ അച്ഛൻ പാവം എൻ്റെ ആനന്ദേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് പറയണത് ഗോമതി ഓടി ഒന്നൊരൊറ്റ അടി പറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരൊറ്റ അക്ഷരം മിണ്ടി പോകരുത് പറഞ്ഞു കേട്ടല്ലോ. മിണ്ടി പോകരുത് എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ മോശമായിരിക്കും എൻ്റെ മറുപടി. അപ്പം മീനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാവരോടും ചേർത്തായിട്ട് പറയുന്നുണ്ട്, നീയൊക്കെ പറഞ്ഞല്ലോ 3 നേരം ആഹാരം കിടക്കാൻ സ്ഥലം തരുന്നതല്ല അച്ഛൻ്റെ കടമയെന്ന്. പാവം ബാലേട്ടൻ കൃഷ്ണമംഗലത്ത് നിന്ന് എൻ്റെ കൈ പിടിച്ചിറങ്ങുമ്പോൾ ബാലേട്ടൻ്റെ കയ്യിൽ വെറും 10 രൂപ മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്, അറിയോ? അവിടെ നിന്ന് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ മനുഷ്യൻ്റെ അധ്വാന വിയർപ്പാണ്. നിന്നെയൊന്നും അച്ഛൻ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? എടാ, നീയൊക്കെ എപ്പോഴെങ്കിലും നിൻ്റെ അച്ഛനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഗോമതി. അപ്പോൾ ഇവരെല്ലാവരും ആകെപ്പാടെ അന്തം വിട്ടും വിഷമിച്ച് നിൽക്കുകയാണ്. ബാലൻ പറഞ്ഞിട്ട്, ഗോമതി നീ മിണ്ടാതിരിക്കുക,
നീ എന്തിനാ ഇവനെ തല്ലിയത്? അവൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ? മോനെ ആകാശം, നീ പറഞ്ഞത് ശരിയാണ്. ആണിതിൻ്റെ ജീവിതം തകർത്ത് ഞാൻ തന്നെയാണ്. കൂടുതൽ ഒന്നും അന്വേഷിക്കാതൊക്കെ ചെയ്തു പോയി. എടാ മോനെ, അച്ഛനൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കടാ എന്നും പറഞ്ഞിട്ട് ബാലൻ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ആകാശനാണെങ്കിൽ ഗോമതി എന്ന് കുറേ വഴക്ക് പറഞ്ഞിട്ട് നിനക്ക് സമാധാനമായല്ലോ അല്ലേ, നിനക്ക് സ്വസ്ഥതയായല്ലോ അല്ലേ എന്നും പറഞ്ഞ് കുറേ വഴക്ക് കൊടുക്കുകയാണ്. അപ്പം മിത്ര പറഞ്ഞിട്ട് ആകാശിട്ട് ആര്യ ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മീനാക്ഷി പറഞ്ഞ അമ്മ എന്തിനാ ഒരെണ്ണത്തിൽ നിന്നത്, ശരിക്കും കൊടുക്കാറുന്നില്ലേ എന്ന് പറയാം കേട്ടോ. ആകാശിനെ വീണ്ടും അടി കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. മര്യാദയ്ക്ക് ഇവനെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോകുമെന്ന് പറയാം. അങ്ങനെ ആകാശിനെ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ മീനാക്ഷി കണക്കിന് കൊടുക്കുന്നുണ്ട് കുറേ വഴക്കം, എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും. അപ്പം മീനാക്ഷി പറഞ്ഞിട്ട് എന്തായാലും അച്ഛനോട് ഇങ്ങനെയൊന്നും സംസാരിച്ചത് ഒട്ടും ശരിയായില്ല. ആകാശ് പറഞ്ഞിട്ട് ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത്, ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് പറയാം കേട്ടോ എന്നിട്ട് വെറുതെ ആ ഒരു സ്നേഹപ്രകടനങ്ങളെല്ലാം ആകാശം വെള്ളത്തിൻ്റെ പുറത്ത് ചെയ്യുക കേട്ടോ. കാരണം നമ്മുടെ മീനുവിനെ ചക്കരെ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പം വീണ്ടും പറഞ്ഞിട്ട് ഈ ഗോമതി സ്റ്റോർ ബാലിനോട് ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ, എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞു? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ അച്ഛൻ ഗോമതി സ്റ്റോർ ബാലിനൊരു വിചാരമുണ്ട്, ഈ ലോകത്ത് അയാൾ മാത്രമാണ് എന്തോ വലിയ ആളെന്ന്. അയാൾ മാത്രം കൃത്യം സൂപ്പർ, ഞങ്ങൾക്ക് ഒരാൾക്കും പിഴയ്ക്കൂല എന്നുള്ള രീതിയാണ് അയാളുടേത്. മതി ആകാശ്, നിർത്താനാ പറഞ്ഞത്. ഇല്ല ഞാൻ നിർത്തത്തില്ല, എന്നാൽ പിന്നെ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഇട്ടു. അങ്ങനെ മീനാക്ഷിയെ പിടിച്ച് അവിടെ ഇരുത്തിക്കൊണ്ട് തുരാം ആകാശം അങ്ങനെ പറയാട്ടോ. അവസാനം അച്ഛൻ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തെറ്റോ വീഴ്ചയോ പറ്റിയാൽ അവരെല്ലാം കുരുതി കൊടുക്കും. അതാണ് അച്ഛൻ്റെ സ്വഭാവം. അതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലേ. അപ്പം അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഇപ്പോൾ അച്ഛൻ അനുഭവിക്കുന്ന വേദന ആകാശിന് മനസ്സിലാകുന്നിട്ടാണോ? ആകാശിന് മനസ്സിലാകണമെന്നില്ലേ? എടി എനിക്ക് മനസ്സിലാകുന്നില്ല. ആകാശേ മനഃപൂർവ്വം ഈ അവസരം മുതലാക്കുവാണോ? പറ. വെള്ളത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാനൊരു ധൈര്യം ഉണ്ടല്ലോ, അങ്ങനെ ചെയ്താണോ എന്നാണ് നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ മീനാക്ഷി പറഞ്ഞോട് നാളെ ഒരു സമയത്ത് നമുക്കൊരു മോളോ മോനോ ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ നേരെ നിന്ന് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, അന്നേ മനസ്സിലാവുള്ളൂ ഇന്ന് ഈ അച്ഛൻ അനുഭവിക്കുന്ന വേദന. അപ്പോൾ ഉടനെ ആകാശിൻ്റെ റൂട്ട് അങ്ങോട്ട് മാറിയിട്ടോ. ആകാശ് പറഞ്ഞിട്ട് അതിന് നമുക്കൊരു മോനോ മോളോ ഒക്കെ വേണ്ടേ? എന്താ ഉദ്ദേശം? അല്ല, നമുക്കൊരു മോനോ മോളോ ഒക്കെ വേണമെങ്കിൽ നീയും കൂടെ ഒന്ന് വിചാരിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് സോപ്പിടാൻ ചെല്ലാട്ടോ. മീനാക്ഷി പറയണം അങ്ങനെ ഇപ്പം വേണ്ട, ഇപ്പം എങ്ങനെ പോകുന്നു അതുപോലെ അങ്ങ് പോയാൽ മതി കേട്ടോ, അങ്ങോട്ട് മാറിക്കുകയെന്നും പറയാം കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്